ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 95 മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടെടുപ്പ്. 8 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. ബിജെപിക്കെതിരെ മത്സരിക്കുന്ന മഹാസഖ്യത്തിനുള്ള പരീക്ഷണം കൂടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. തമിഴ്നാടും കർണാടകയും എങ്ങനെ വിധിയെഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രമാണ്. കനിമൊഴി, ദയാനിധി മാരൻ, ദേവഗൌഡ, പ്രകാശ് രാജ്, ഹേമാമാലിനി, സും വെങ്കടേശൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, ഒഡീഷ, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവയ്ക്ക് പുറമെ പുതുച്ചേരിയിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. അസം, ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ വീതവും, മഹാരാഷ്ട്രയിലെ 10ഉം, ഉത്തർപ്രദേശിലെ 8ഉം, ജമ്മു കാശ്മീരിലെ 2ഉം, പശ്ചിമ ബംഗാളിലെ 3ഉം, മണിപ്പൂരിലെ 1 മണ്ഡലത്തിലും, തമിഴ്നാട്ടിലെ 38 മണ്ഡലങ്ങളിലും, കർണാടകയിലെ 14 മണ്ഡലങ്ങളിലുമാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. ബിജെപിക്കെതിരെ മഹാസഖ്യത്തിനുള്ള പരീക്ഷണം കൂടിയാണ് ഇന്നത്തെ ജനവിധി. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ മായാവതിയുടെ BSPയും അഖിലേഷ് യാദവിന്റെ SPയും സഖ്യമായാണ് മത്സരിക്കുന്നത്. ദളിത്, മുസ്ലിം, ഗുജ്ജർ, ജാട്ട് വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള നഗിന, ബുലന്ദ് ഷഹർ, ഹത്രസ്, ആഗ്ര തുടങ്ങിയ 8 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. മധുരയിൽ നിന്ന് ഹേമാമാലിനിയാണ് ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ 30 മുതൽ 33 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK. അതേസമയം 2014-ൽ 37 സീറ്റുകളും ലഭിച്ച AIDMKയ്ക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. DMKയ്ക്ക് വേണ്ടി കനിമൊഴി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, ദയാനിധിമാരൻ, A. രാജ എന്നിവർ ചെന്നൈ സെൻട്രൽ, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടുക. CPIM സ്ഥാനാർത്ഥിയായ സു വെങ്കടേശൻ മധുരയിൽ നിന്നും ജനവിധി തേടും. CPIMന് ഏറെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് സു വെങ്കടേശൻ. അതേസമയം കർണാടക ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷിയാകുക. കോൺഗ്രസ് JDS സഖ്യം ബിജെപിക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി. ബിജെപിക്ക് വേണ്ടി നളിൻ കുമാർ കട്ടിൻ, ദേവഗൌഡ എന്നിവർ ജനവിധി തേടുന്നുണ്ട്. മാണ്ഡ്യയിൽ നിന്ന് സുമലത ബിജെപി സ്വതന്ത്രയായാണ് മത്സരിക്കുക. സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനാണ്. ഇതോടെ മാണ്ഡ്യയിലെ പോരാട്ടവും ശക്തമായി കഴിഞ്ഞു. JDSും കോൺഗ്രസും തർക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷമാണ് സഖ്യത്തിലെത്തിയതെങ്കിലും മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കുമാരസ്വാമിയും പങ്കുവയ്ക്കുന്നത്. നടൻ പ്രകാശ് രാജും ജനവിധി തേടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് മുന്നണികൾ. കണക്ക് കൂട്ടിയും കുറച്ചും പരമാവധി സീറ്റ് നേടാൻ പ്രധാന മുന്നണികളായ LDFും UDFും ശക്തമായ രംഗത്തുള്ളപ്പോൾ ഒരു സീറ്റെങ്കിലും പിടിക്കണമെന്ന ആഗ്രഹത്തിലാണ് കേരളത്തിലെ NDA ഘടകം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 നാൾ ശേഷിക്കെ ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പിക്കുവാനുള്ള അവസാനഘട്ട പ്രചരണത്തിലാണ് LDFും UDFും. മോദി വിരുദ്ധ തരംഗവും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന വിശ്വാസവും ഒപ്പം സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കാനായതും LDFന് അനുകൂല ഘടകങ്ങളാണ്. താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികൾ പലതവണ നേരിട്ട് വോട്ടർമാരെ കാണാനായതും വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് LDF കേന്ദ്രം. ഒപ്പം സംസ്ഥാന ഭരണ നേട്ടവും LDFന് മുതൽക്കൂട്ടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഊർജമാണ് UDFന്റെ കരുത്ത്. എങ്കിലും ഇത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കാൻ ആകുന്നില്ല എന്നതാണ് UDFനെ വലയ്ക്കുന്നത്. ഒപ്പം MK രാഘവന് നേരെ ഉയർന്ന കോഴ ആരോപണവും ദൃശ്യങ്ങളും വടക്കൻ മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രചരണ പ്രവർത്തനത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ട്. ഒപ്പം തെക്കൻ ജില്ലകളിൽ പ്രധാനമായ തിരുവനന്തപുരത്ത് പ്രചരണത്തിന് വേഗം പോരെന്ന പരാതി സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ ഉയർത്തിയത് UDFന്റെ പ്രചരണ രംഗത്തിന്റെ പോരായ്മകളാണ് ഉയർത്തിക്കാട്ടുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഏത് വിധേനയും വിജയം നേടാൻ BJPയും ഒപ്പം RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളും രംഗത്തുണ്ട്. ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കാനായില്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന തിരിച്ചറിവും BJPക്കുണ്ട്. ജാതി കാർഡ് ഉയർത്തി വോട്ട് തേടാൻ സുവർണാവസരം കാത്തിരിക്കുന്ന BJPക്ക് ശബരിമല വിഷയം ഉയർത്താൻ കഴിയാതെ കഴിഞ്ഞാണിട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളാണ് തിരിച്ചടിയായത്. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല പ്രചരണായുധമാക്കുന്നുണ്ട് BJP. എന്തായാലും പരമാവധി സീറ്റിൽ വിജയമുറപ്പിക്കുക എന്നത് തന്നെയാണ് മുന്നണികളുടെ പരമലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മോദി മറക്കരുതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം ദുരിതത്തിലാവാത്ത ഒരു ജനതയും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയും അധികാരത്തിലേറണമെന്ന് രാജ്യത്ത് ആരും ആഗ്രഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കടലുണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഏകമത നടപടികളുടെ തുടർച്ചയായാണ് BJP പൗരത്വ ബിൽ കൊണ്ടുവന്നത്. മനുഷ്യരെ മനുഷ്യനായി കാണുകയല്ല, മതത്തിന്റെ പേരിൽ മനുഷ്യനെ കാണുകയാണ് അവർ ചെയ്യുന്നതെന്നും എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദം ആരും കേട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സന്ദേശമാണ് രാജ്യത്തിന് രാഹുൽ ഗാന്ധി നൽകുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. മോദി ഇപ്പോൾ RSS പ്രചാരകനല്ല എന്ന് മോദി ഓർക്കണം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ സംസാരിക്കേണ്ടത് ആ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ്. നിങ്ങളുടെ നാടും രാജ്യവും ലോകവും കേൾക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള വാക്കുകളിലൂടെയാണ്. അവിടെ നിങ്ങൾ RSS പ്രചാരകന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപാണ്. ഇത് മോദിക്കും അമിത്ഷായ്ക്കും അറിയാത്തതല്ല, കള്ളം പ്രചരിപ്പിക്കുകയാണ്. അരുമശിഷ്യൻ എന്തിനാണ് പമ്പ വരെ പോയതെന്നും പിണറായി ചോദിച്ചു. എന്താ നടന്നത് എന്ന് മോദിക്കും അമിത്ഷാക്കും അറിയില്ലേ? നിങ്ങളെ പറയുന്ന പരിശുദ്ധനായ അനുയായി ശബരിമല അയ്യപ്പനെ മാത്രം വിളിച്ച് നടന്നയാള് എന്തിനാണ് പമ്പ വരെ പോയത്? ഇവിടെ അമിത്ഷാ ആലോചിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം, ആവശ്യമാണെങ്കിൽ കേന്ദ്ര സേനയെ ഞങ്ങൾ അയച്ചു തരാം. അവസാനത്തതിന് മാത്രം സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറഞ്ഞു, ഇപ്പൊ കേന്ദ്രസേന വേണ്ട, ഞങ്ങളുടെ സേനയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാമെന്ന് മോദിയും അമിത്ഷായും മോഹിക്കണ്ടെന്നും അക്രമം കാണിക്കാൻ ആര് പുറപ്പെട്ടാലും അഴിയെണ്ണേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത് നാട് വേറെയാണ്. ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അഴിയെണ്ണും. അതേസമയം ഇടതുപക്ഷത്തെ കേരള ജനതയ്ക്ക് അറിയാമെന്നും അവരുടെ കൈകളിലേക്കാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളമാണ് ഏറ്റവും മികച്ച മാതൃകാ സംസ്ഥാനമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന രാഹുൽ ഗാന്ധി LDFന് വോട്ട് ചെയ്യണമെന്നാണ് പരോക്ഷമായി ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇടതുപക്ഷമാണ് കേരളത്തെ ഈ വിധത്തിൽ മാറ്റിമറിച്ചതെന്ന് കൂടി അദ്ദേഹം ഓർമ്മിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അങ്കമാലിയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. He comes here and says, we have given a corruption-free government. This government, the amount of money BJP is spending today, all this money is coming through this sort of corruption that has happened in the loot of India, through the NPS, through the Rafale deal, and through the deal of privatization of airports, including your Thiruvananthapuram airport, that is going to the Adanis, and all their friends are getting these deals, and all the money is coming back to the BJP through the new legal form of electoral bonds. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന RSS നേതൃത്വം നൽകുന്ന മോഡി സർക്കാർ വർഗീയത വികാരങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന BJPയെ കടന്നാക്രമിച്ച പ്രകാശ് കാരാട്ട് കോൺഗ്രസിന്റെ കാപട്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തു. നിലപാടുകളിൽ മാറ്റമില്ലാത്തത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സ്വയം ദുർബലപ്പെട്ട കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് BJPയുടെ പ്രതിനിധികളാണെന്നും BJPക്കും കോൺഗ്രസിനുമിടയിൽ അകലം കുറയുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. In today's political situation, it is only the left who is the most consistent, determined fighter politically and ideologically against the BJP and the communal forces. The Congress party has shown itself time and again
to be compromising with the BJP and the communal forces. See how in this run-up to the Lok Sabha elections, dozens of Congress leaders have deserted the Congress and joined the BJP. So the distinction between the Congress and the BJP is getting blurred because of the erosion of the ideological commitment of the Congress to fight the communal forces. ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും ലംഘിച്ച മോഡി തൊഴിൽ അവസരങ്ങളെക്കാൾ തൊഴിലില്ലായ്മയാണ് സൃഷ്ടിച്ചത്. ഈ ഭരണത്തിൽ നേട്ടമുണ്ടാക്കിയത് വിരലിലെണ്ണാവുന്ന വൻകിടക്കാർ മാത്രമാണ്. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തിയത് രാജ്യത്തെ ഇടതുപക്ഷമാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് പി കെ ചിത്രഭാനു അധ്യക്ഷനായ യോഗത്തിൽ LDF നേതാക്കളായ വൈക്കം വിശ്വൻ, AV റസൽ, CK ശശിധരൻ, മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, സാബു മുരിക്കവേലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിക്കുന്നതിനെതിരെ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം രംഗത്ത്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി വിശ്വാസികൾ നടത്തിയ സമരം വഴിതെറ്റിയത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്ന് പന്തളം കൊട്ടാരത്തിലെ മകം തിരുനാൾ കേരളവർമ്മ രാജ. കൈരളി പീപ്പിളിന് അനുവദിച്ച പ്രത്യേകാഭിമുഖത്തിലാണ് രാജ BJPക്കെതിരെ പേര് പറയാതെ ആഞ്ഞടിച്ചത്. ശബരിമല വിഷയത്തിൽ ദില്ലിയിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തി കൂടിയാണ് രാജ. ശബരിമലയിൽ ആചാരലംഘനം നടക്കരുതെന്നാവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ നടത്തിയ യോഗങ്ങളിലും രാജ സംബന്ധിച്ചിട്ടുണ്ട്. ശബരിമല സമരം തുടങ്ങിയത് ആചാര സംരക്ഷണത്തിനു വേണ്ടിയാണ്. പിന്നീട് രാഷ്ട്രീയക്കാർ ഇടപെട്ട് സമരത്തിന്റെ ഉദ്ദേശശുദ്ധി അട്ടിമറിച്ചുവെന്ന് രാജ പറഞ്ഞു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുരുപയോഗിക്കുന്ന BJPയുടെ നിലപാടിനെയും രാജ ആക്രമിച്ചു. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് വന്നതിന് ശേഷം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള സതുദ്ദേശത്തോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ നാമജപയജ്ഞം ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മോശമായിട്ട് വന്നത് ചിലരുടെ രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള ഒരു അവസ്ഥ വരികയില്ലായിരിക്കും. തീർച്ചയായിട്ടും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനോ മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു നടപടിയും ഒരിടത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. രാജയുടെ പ്രഖ്യാപനം BJPക്കും കോൺഗ്രസിനുമുള്ള തിരിച്ചടി കൂടിയായി മാറിയിരിക്കുകയാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഈ രാജ്യമാകെ മുഴുവനായി നിർത്തിയിട്ട് നാട്ടുകാർക്ക് ഉപദ്രവം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആരുടെ അടുത്തും ആരുള്ളതല്ല. തിരുവനന്തപുരത്ത് പ്രവാസി നിവാസി പാർട്ടി പ്രതിനിധിയായി രാജ മത്സരരംഗത്തുമുണ്ട്. അയ്യപ്പൻ കളിച്ചു വളർന്നു എന്ന് വിശ്വസിക്കുന്ന പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ മുതിർന്ന അംഗമാണ് താൻ. പക്ഷേ ഭക്തിയുടെ രാഷ്ട്രീയ ദുരുപയോഗത്തിന് കൊട്ടാരം എതിരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് രാജ തിരുവനന്തപുരത്ത് വോട്ട് തേടുന്നത്. കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ മത്സരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ചില പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ വ്യക്തമാക്കാൻ എന്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അയ്യപ്പന്റെ രക്ഷകസ്ഥാനം അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള BJPക്ക് വേണ്ടി കേരളത്തിൽ മത്സരിക്കുന്ന അവരുടെ ഏറ്റവും ഉയർന്ന നേതാവായ കുമ്മനം രാജശേഖരനെതിരായ രാജയുടെ മത്സരം അതുകൊണ്ട് തന്നെ പ്രതീകാത്മകവുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർക്കെതിരായ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചും അവഹേളിച്ചും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഇറക്കിയ പ്രചാരണ വീഡിയോ ഇതിനിടെ വിവാദമായിരുന്നു. സ്ത്രീകളെ പൊതുപ്രവർത്തനത്തിനും ജനസേവനത്തിനും കൊള്ളില്ലെന്നും അതിന് ആൺകുട്ടികൾ തന്നെ വേണമെന്നുമായിരുന്നു വീഡിയോയിലെ പരാമർശം. ഈ പരാമർശത്തെ തുടർന്നാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന നിഗമനത്തെ തുടർന്ന് നിയമാനുസൃത നടപടി സ്വീകരിക്കുവാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ പ്രസംഗിച്ചത് സംബന്ധിച്ചും DGPയോടും ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടി. ഈ പ്രസംഗവും വീഡിയോയും ഏപ്രിൽ 16-ന് തിരുവനന്തപുരം BJPയുടെ ഫേസ്ബുക്ക് പേജിൽ നൽകിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിച്ച ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതി ഉചിതമായ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള
ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ലംഘിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമലംഘനം നടത്തിയതിന് ശ്രീധരൻപിള്ളയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ ഉറപ്പു നൽകി. ഇതേ തുടർന്ന് ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ടറൽ ഏജന്റായ വി ശിവൻകുട്ടി നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. അതേസമയം ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണവും തേടി. ജനപ്രാതിനിധ്യ നിയമത്തിലെ 123, 3A, 125 വകുപ്പുകൾ ശ്രീധരൻപിള്ള ലംഘിച്ചുവെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി നടത്തിയ പ്രചാരണ പരിപാടിക്ക് അനുമതിയില്ലായിരുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സുദീപ് ജെയിനിന് എഴുതിയ കത്തിന്റെ പകർപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് മതം, വംശം, ജാതി, സമുദായം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന 125 വകുപ്പ് കുറ്റക്കാരന് 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. സ്ഥാനാർത്ഥിയോ അയാളുടെ ഏജന്റോ മതം, വംശം, ജാതി, സമുദായം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ തെരഞ്ഞെടുപ്പ് അഴിമതിയായാണ് 123, 3A വകുപ്പ് കാണുന്നത്. ഇവയാണ് ശ്രീധരൻപിള്ള ലംഘിച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ശ്രീധരൻപിള്ളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് വി ശിവൻകുട്ടിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം വാദിച്ചു. നിയമപരമായ ഉത്തരവാദിത്തത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ താക്കീത് ലഭിച്ചപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമാനമായ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുത്തത്. കുറ്റക്കാരായ ചിലരെ പ്രചാരണത്തിൽ നിന്ന് വിലക്കുകയുണ്ടായി. അതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടിയെടുക്കാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും നിർദ്ദേശം നൽകണം. വിദ്വേഷം പ്രസംഗം നടത്തിയതിന് പോലീസിൽ പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണം. താൻ നൽകിയ പരാതിയിൽ വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണം എന്നീ ആവശ്യങ്ങളാണ് വി ശിവൻകുട്ടി ഉന്നയിച്ചത്. ശ്രീധരൻപിള്ള നിയമം ലംഘിച്ചുവെന്നും നടപടിയെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു നൽകിയതോടെയാണ് ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചത്. അതേസമയം വർഗീയ പരാമർശം നടത്തിയ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്ന ശിവൻകുട്ടിയുടെ ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. കഴിഞ്ഞ 13-ന് ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വർഗീയ പരാമർശമാണ് ഹർജിക്ക് ആധാരമായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാട് ഒന്നിച്ചു വഴിയൊരുക്കി കൊച്ചിയിലെത്തിച്ച കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി ഡോക്ടർമാർ. ആശുപത്രി പുറത്തിറക്കിയ 2ാമത്തെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തമെത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്നും അയോട്ടിക് വാൽവിന് ജന്മന വൈകല്യമുള്ളതായും കുറിപ്പിൽ പറയുന്നു. ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന ധമനിക്കും കുഴപ്പങ്ങളുണ്ട്. ഇത് കുഞ്ഞിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. മുൻപ് 12 ദിവസവും ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയത്. ഹൃദയത്തിലുള്ള വൈകല്യങ്ങളല്ലാതെ വേറെയും വൈകല്യങ്ങൾ കുഞ്ഞിനെ പരിശോധന നടത്തിയതിൽ നിന്നും വ്യക്തമായി. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നും അപകട സാധ്യത ഉണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. 3 ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്ന കേരളം. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചത്. 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ എത്തിയത്. ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ 3 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ 400 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി നമ്മളിപ്പോൾ ഈ കൊച്ചിനെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കുകയായിരുന്നു. യാത്രാമധ്യയിൽ ഉണ്ടായിരുന്ന യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. കയറുമ്പോൾ പേഷ്യൻ്റ് ഇത്തിരി സിക്കാണെങ്കിലും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആംബുലൻസ് കടന്നു വന്നിടത്തെല്ലാം കേരള പോലീസും AKDF എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു. ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും. ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയുടെ 3 വയസ്സുള്ള കുഞ്ഞിനെയാണ് തലയ്ക്ക് മാരകമായ പരിക്കുകളോടെ കളമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെയും പൊള്ളിയതിന്റെയും മുറിവുകൾ കണ്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിലും ചൈൽഡ് ലൈനിലും വിവരമറിയിച്ചു.
കടുത്ത ചൂടിന് ശമനമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ പെയ്തിറങ്ങി. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇത്തവണ 71% വേനൽ മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ മൺസൂൺ എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുട്ടുപൊള്ളിയ നാളുകൾക്ക് വിരാമമായി വേനൽ മഴയെത്തി. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചു. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പത്തനംതിട്ട റാന്നിയിൽ നിരവധി വീടുകൾ തകർന്നിരുന്നു. വരുന്ന 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇടിമിന്നലുള്ളപ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 71% വേനൽമഴയുടെ കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെയ് മാസത്തോടെ വേനൽമഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചുങ്കത്ത് ജ്വല്ലറിയുടെ തൃശൂർ പാലസ് റോഡ് ഷോറൂം പ്രശസ്ത സിനിമാ താരം ദുൽഖർ സൽമാൻ തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. തൃശൂർ പാലസ് റോഡിൽ തടിച്ചുകൂടിയ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി ചുങ്കത്ത് പാലസിന്റെ സിഗ്നേച്ചർ പ്രീമിയം ലോഗോയും ദുൽഖർ പ്രകാശനം ചെയ്തു. ഷോറൂമിന്റെ ഉദ്ഘാടനം ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ചുങ്കത്ത് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ചുങ്കത്ത് ജ്വല്ലറി സദേൺ റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയത്ത് VN വാസവന് വോട്ട് ചോദിച്ച് വിദ്യാർത്ഥി യുവജന റോഡ് ഷോ. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച ജേഴ്സി അണിഞ്ഞ് 100-ലധികം വരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും കോട്ടയം നഗരത്തിൽ ആവേശത്തിരയിളക്കി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഷോ കോട്ടയം മുനിസിപ്പൽ പാർക്കിന് മുൻവശത്തു നിന്നായിരുന്നു ആരംഭിച്ചത്. വർണ്ണങ്ങൾ വാരിവിതറി മുന്നോട്ടു പോകുന്തോറും അക്ഷരനഗരിയിൽ ആവേശം അണപൊട്ടി. വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരന്നു. തിരുനക്കരയിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും. അക്ഷരനഗരിയിലെ വിദ്യാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവനോടൊപ്പമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അക്ഷരനഗരിയിലെ ഈ കാഴ്ചകൾ തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ സംജിത്ത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.